ശബരിമല യുവതി പ്രവേശനത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. വിശ്വാസികളുടെ താൽപര്യവും നിയമപരമായ താൽപര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും A. വിജയരാഘവൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണൻ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിന് സെക്രട്ടറിയെയോ ഗസറ്റഡ് ഓഫീസറോ അല്ലാത്ത പഞ്ചായത്ത് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. ഉത്തരവ് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഹർജി അനുവദിച്ച്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ശബരിമല യുവതി പ്രവേശനത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. വിശ്വാസികളുടെ താൽപര്യവും നിയമപരമായ താൽപര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും A. വിജയരാഘവൻ പറഞ്ഞു. വലതുപക്ഷ രാഷ്ട്രീയത്തിന് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുക എന്ന ഉദ്ദേശം ഇപ്പോഴില്ല. യുവതി പ്രവേശന കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കഴിയുള്ളൂ. എല്ലാവരോടും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് സമന്വയം ഉണ്ടാക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സങ്കീർണതകളുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ അവധാനതയോടുകൂടി ചർച്ച ചെയ്ത് പരിഹാരം കാണാനാണ് ഇടതുപക്ഷം ശ്രമിക്കുക. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് സഹായകരമായൊരു തീരുമാനവും LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അല്ല, ഈ വിഷയത്തിൽ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ കോടതി എന്നാ അത് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇത് കോടതി ഇപ്പം നാളെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ കോടതി അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കട്ടെ. അങ്ങനെയല്ലേ കോടതി എന്ത് പറയുന്നു എന്നുള്ളതായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. പൂരം കലക്കിയതിന് പിന്നിൽ മന്ത്രി K. രാജനും സുനിൽകുമാറുമാണ്. ഇരുവരെയും പ്രതി ചേർത്ത് കേസെടുക്കണം. തിരുവമ്പാടി ദേവസ്വത്തിന് എതിരെയുള്ള റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായി ആവശ്യപ്പെടുന്നത്. വാദിയെ പ്രതിയാക്കുന്ന ഈ സമീപനം, ആരാ വാദി? തിരുവമ്പാടി ദേവസ്വമാണ് വാദി. തിരുവമ്പാടി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെയും ദേവസ്വത്തിലെ ചുമതലപ്പെട്ടവരെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ക്ഷേത്ര വിശ്വാസികളെയുമാണ് പോലീസ് തല്ലിയത്. വാദി വാസ്തവത്തിൽ തിരുവമ്പാടി ദേവസ്വമാണ്. ആ ദേവസ്വത്തെ പ്രതിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട വളരെ കൃത്യമാണ്. വാസ്തവത്തിൽ ആരാണ് പൂരം കലക്കിയത്? BJP പറയുന്നു റവന്യൂ മന്ത്രി രാജനാണ്, VS സുനിൽകുമാറുമാണ് പൂരം കലക്കിയത്. ഈ കേസിലെ പ്രതി VS സുനിൽകുമാറും രാജനും ചേർന്ന് നടത്തിയ അട്ടിമറിയാണ് തൃശൂർ പൂരം കലക്കാൻ കാരണം. അതുകൊണ്ട് VS സുനിൽകുമാറിനെയും മന്ത്രി രാജനെയും പ്രതി ചേർത്ത് കേസെടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ആവശ്യപ്പെടുകയാണ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിന് സെക്രട്ടറിയെയോ ഗസറ്റഡ് ഓഫീസറോ അല്ലാത്ത പഞ്ചായത്ത് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. സർക്കാർ ഉത്തരവിനെതിരെ കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഹർജി അനുവദിച്ചാണ് ഉത്തരവ്. തദ്ദേശ ഓംബുഡ്സ്മാന്റെയോ ട്രിബ്യൂണലിന്റെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിന് പഞ്ചായത്ത് തീരുമാനത്തിൽ ഇടപെടാനാകൂ എന്ന് കോടതി വിലയിരുത്തി. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തത് ശരിവച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് N. നഗരേഷ് പഞ്ചായത്ത് പ്രസിഡന്റിന് സെക്രട്ടറിയെയോ ഗസറ്റഡ് ഓഫീസറോ അല്ലാത്ത പഞ്ചായത്ത് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയത്. സസ്പെൻഷൻ മരവിപ്പിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. സർക്കാർ ഉത്തരവിനെതിരെ കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഹർജി അനുവദിച്ചാണ് ഉത്തരവ്. കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തും തൊഴിലാളി യൂണിയനും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 26 ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അനുമതിയില്ലാതെ പങ്കെടുത്തു. പുറത്തുപോകണമെന്ന് പറഞ്ഞിട്ടും തയ്യാറായില്ല. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനങ്ങൾ രേഖപ്പെടുത്താനും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തതോടെ അസിസ്റ്റന്റ് സെക്രട്ടറി പുറത്തുനിന്ന് ആളുകളെ വിളിച്ച് യോഗം തടസ്സപ്പെടുത്തി. തുടർന്നായിരുന്നു അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത്. ഇത് പഞ്ചായത്ത് കമ്മിറ്റി ശരിവെച്ചു. ഇതിനെതിരെ അസിസ്റ്റന്റ് സെക്രട്ടറി സർക്കാരിന് നൽകിയ പരാതിയിൽ സസ്പെൻഷൻ മരവിപ്പിച്ച് വിഷയം തദ്ദേശ ഓംബുഡ്സ്മാൻ വിട്ടു. തിരഞ്ഞെടുപ്പ് ജോലി അടക്കമുള്ളത് കണക്കിലെടുത്താണ് സസ്പെൻഷൻ മരവിപ്പിച്ചതെന്നായിരുന്നു സർക്കാർ വാദം.
എന്നാൽ തദ്ദേശ ഓംബുഡ്സ്മാന്റെയോ ട്രിബ്യൂണലിന്റെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിന് പഞ്ചായത്ത് തീരുമാനത്തിൽ ഇടപെടാനാകൂ എന്ന് കോടതി വിലയിരുത്തി. സ്വേച്ഛാപരമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും കോടതി പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി. പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടാകും. ഇതര ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തവണ ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരെ മണപ്പുറത്തും ക്ഷേത്ര പരിസരത്തുമായി വിന്യസിക്കും. സ്കൂബ ടീം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, ആംബുലൻസ് സേവനം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. ഞായറാഴ്ച ആയതിനാൽ പതിവിലും കൂടുതൽ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ആലുവയ്ക്ക് പുറമെ മറ്റു ശിവക്ഷേത്രങ്ങളിലും ആഘോഷം നടക്കും. കോണത്തുകുന്ന് കൊടക്കാമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ വൈകിട്ട് 7 മുതൽ നൃത്തനൃത്യങ്ങൾ, ഭക്തിഗാനസുധ, തിരുവാതിരക്കളി, രാത്രി 12-ന് ശിവരാത്രി പൂജ എന്നിവ നടക്കും. മനക്കലപ്പടി പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് രാവിലെ 1001 കുടം ജലധാര, തുടർന്ന് അഖണ്ഡ നാമജപം എന്നിവ നടന്നു. കൽപ്പറമ്പ് വെങ്ങാട്ടുപിള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾക്ക് പുറമെ രാത്രി 12-ന് മഹാശിവരാത്രി പൂജ എന്നിവയാണ് നടക്കുക. നെല്ലായി വയലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 3 മണിക്ക് നട തുറക്കൽ, 4 മണിക്ക് അഷ്ടപതി, 6 മണിക്ക് സോപാന സംഗീതം, 6:15-ന് കാലത്തെ പൂജ, 9 മണിക്ക് ശ്രീഭൂത ബലി, ശീവേലി, പഞ്ചാരിമേളം എന്നിവ അരങ്ങേറി. പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദോട്ടും ഉണ്ടായിരുന്നു. വൈകിട്ട് 3 മണിക്ക് ചാക്യാർ കൂത്ത്, വൈകിട്ട് 5 മണിക്ക് ഭക്തിഗാനമേള എന്നിവയും ഉണ്ടാകും. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിൽ നിന്ന് KSRTCയുടെ ആലുവ മണപ്പുറത്തേക്കുള്ള ശിവരാത്രി സ്പെഷ്യൽ സർവീസ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. ഇന്ന് 1 മുതൽ നാളെ 2 മുതൽ ആണ് ഈ വാഹനങ്ങൾ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 20 വാഹനങ്ങളാണ് ദൈനംദിനമായിട്ട് ഓടിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ നല്ല ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നടന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം തെക്കേ മൈതാനിയിൽ നിന്നാണ് സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച സ്പെഷ്യൽ സർവീസ് യാത്രക്കാരുടെ തിരക്കനുസരിച്ച് പിറ്റേ ദിവസം 10 മണി വരെ ഉണ്ടാകും. 20 ബസ്സുകളാണ് സ്പെഷ്യൽ സർവീസിനുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ശിവം ശിവകരം എന്ന പേരിൽ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സഹസ്ര ക്ഷീര മഹാകുംഭാഭിഷേകം, അഖണ്ഡ നാമജപം, ചാക്യാർകൂത്ത് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് മേളം, ദീപക്കാഴ്ച, വിവിധ ക്ഷേത്രകലകൾ എന്നിവ നടന്നു. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ നടന്നു. ഏരിയ പ്രസിഡന്റ് PG ശിവദാസന്റെ അധ്യക്ഷതയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമം പാസാക്കി 96-ൽ ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് ആദ്യമായി ക്ഷേമനിധി ചേർത്ത് തുടങ്ങി. അത് ചേർന്ന ആരെങ്കിലും കഴിവുള്ളതിൽ അന്ന് CKMC പ്രസിഡന്റായിരുന്നു. അബ്ദുൽ ഖാദർ അടവലിന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഞാൻ ശരി അന്ന് ആ ഹാളിലേക്ക് ആദ്യമായിട്ട് ഞാൻ കടന്നു വന്നതാണ് കൊടുങ്ങല്ലൂർ. അങ്ങനെ പറയാൻ കാരണം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇത് 2026 അന്ന് 96-ലാണ് വന്നത്. ഏകദേശം 30 വർഷക്കാലം മുമ്പ് ഈ സംഘടനയിൽ അംഗത്വമെടുത്ത് അതിൻ്റെ സംഘടന പ്രവർത്തകനായി പടിപടിയായി സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നിലനിൽക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കാര്യം ഓർത്തെടുത്തത്.
അന്ന് കാണുന്ന സംഘടനയല്ല ഇന്ന്. ഈ വർഷത്തെ കാര്യം പറയുന്നുള്ളൂ. ഈ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ നമുക്ക് ഈ പറഞ്ഞ സമയത്തുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചു പോകാൻ കഴിയില്ല. നമ്മളെല്ലാ ആളുകളും ക്ഷേമനിധി ചേർന്നിട്ടുണ്ട്. അത് ക്ഷേമനിധി ചേരുമ്പോൾ പെൻഷൻ എത്രയായിരുന്നു? 100 രൂപ അല്ലേ? 100 രൂപ പെൻഷൻ. ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ, സുധാ ഹരിദാസ്, സുലേഖ സലാം, അംബിക വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സർവീസ് പെൻഷനായി ഉയർത്തണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോട്ടപ്പുറം കോട്ട തിരുകുടുംബ ദേവാലയത്തിൽ മധ്യസ്ഥ തിരുനാൾ സമാപിച്ചു. രാവിലെ തിരുനാൾ ദിവ്യബലിക്ക് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിബിൻ തോമസ് വചനപ്രഘോഷണം നടത്തി. വികാരി ഫാദർ ഡോക്ടർ ഡൊമിനിക് പിൻഹിറോ, ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി തോമസ് കുന്നത്തൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് പ്രദക്ഷിണം നടന്നു. എസ്എംപുരം റൈഡേഴ്സിന്റെ 4ാം വാർഷികാഘോഷം നടന്നു. ഗ്രൂപ്പ് റൈഡ് രക്ഷാധികാരി കെ ഹരീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേക്ക് മുറിക്കലോടെ ആരംഭിച്ച വാർഷികാഘോഷ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് അനു കാർണത്ത് അധ്യക്ഷത വഹിച്ചു. കൊടകര സബ് ഇൻസ്പെക്ടറും പ്രശസ്ത സൈക്ലിസ്റ്റുമായ സാജു പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. എസ്എംപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി പ്രേംസി ശങ്കർ, ഖജാൻജി സൂരജ് സിപ്പി എന്നിവർ സംസാരിച്ചു. 1-2 പ്രോഗ്രാംസ് എറണാകുളത്ത് നടക്കുന്നതുകൊണ്ട് ആ റൈഡേഴ്സും ആ അഡ്വൈസൊക്കെ വരാത്തതുകൊണ്ടാണ് ഒരു എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നിറഞ്ഞ വേദിയായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ക്ഷണിച്ചതിന് നന്ദി. ഇപ്പോൾ ഈ K2K എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് വന്ന ഒരു ചാൻസാണ്. നേരത്തെ 1-2 വർഷങ്ങളായിട്ട് ഇപ്പോൾ സാജു സാറ് പറഞ്ഞ പോലെ 1-2 വർഷങ്ങളായിട്ട് ഒരു ആലോചന ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കാശ്മീർ ടു കന്യാകുമാരി ടു കാശ്മീർ റൈഡ് ചെയ്യുന്നത്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന, പക്ഷെ അതിങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു സെക്ഷനാണ് ഈ കാശ്മീർ ടു കന്യാകുമാരി 150 റൈഡേഴ്സ് ഉൾപ്പെടുന്ന ഒരു റൈഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല യുവതി പ്രവേശനത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. വിശ്വാസികളുടെ താൽപര്യവും നിയമപരമായ താൽപര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും A. വിജയരാഘവൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണൻ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിന് സെക്രട്ടറിയെയോ ഗസറ്റഡ് ഓഫീസറോ അല്ലാത്ത പഞ്ചായത്ത് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. ഉത്തരവ് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഹർജി അനുവദിച്ച്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.